ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. തലശ്ശേരി അതിരൂപത KCYM-ഉം ശാലോം ടെലിവിഷനും സംയുക്തമായി നടത്തുന്ന യുക്യാറ്റ് പഠന പരമ്പരയുടെ ഈ എപ്പിസോഡിലേക്ക് ഏവരെയും ഏറെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. പ്രിയപ്പെട്ട യുവജനങ്ങളുടെ ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകാനായി നമ്മുടെ കൂടെ ആയിരിക്കുന്നത് തലശ്ശേരി അതിരൂപതയുടെ ഇടയനായ അഭിവന്ദ്യ മാർ ജോസഫ് പാംബ്ലാനി പിതാവാണ്. യുവജനങ്ങളുടെ കൂടെ ആയിരിക്കാൻ ഏറെ ഇഷ്ടപ്പെടുകയും യുവജനങ്ങളുടെ വളർച്ചയ്ക്ക് വേണ്ടി ഏറെ താല്പര്യത്തോടെ അധ്വാനിക്കുകയും ചെയ്യുന്ന അഭിവന്ദ്യ പിതാവിൻ്റെ സാന്നിധ്യം ഈ എപ്പിസോഡിനെ ഏറെ അനുഗ്രഹപ്രദമാക്കുന്നു. അഭിവന്ദ്യ പിതാവിനെ ഏറെ സ്നേഹത്തോടെ ഈ എപ്പിസോഡിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അഭിവന്ദ്യ പിതാവിനോട് ചോദ്യങ്ങൾ ചോദിക്കാനായി നമ്മുടെ ഒപ്പമായിരിക്കുന്നത് തലശ്ശേരി അതിരൂപതയിലെ പൈസക്കരി ഇടവകയിലെ മിടുക്കരായ യുവജനങ്ങളാണ്. നിങ്ങളെല്ലാവരെയും ഏറെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. കരുണയുടെ അപ്പസ്തോല, പ്രവാചിക എന്നൊക്കെ തിരുസഭ വിശേഷിപ്പിക്കുന്ന വിശുദ്ധ ഫൗസ്റ്റീന കുംഭസാരം എന്ന കൂദാശയെക്കുറിച്ച് പറയുന്ന ഒരു വാചകം വളരെ ഹൃദ്യമാണ്. അതിപ്രകാരമാണ്: നമ്മൾ കടലിൻ്റെ നടുവിൽ മണൽത്തരികൾ ഇടുമ്പോൾ അത് കടൽ വെള്ളത്തിൽ അലിഞ്ഞില്ലാതായി തീരുന്നത് പോലെ, അതെങ്ങോട്ടാണ് പോയതെന്ന് പോലും നമുക്ക് തിരിച്ചറിയാൻ പറ്റാത്തതുപോലെ, കുംഭസാരം എന്ന കൂദാശയിൽ നമ്മൾ അനുതാപത്തോടും തുറവിയോടും കൂടെ പാപങ്ങൾ ഏറ്റുപറയുമ്പോൾ ദൈവകരുണയിൽ അവയെല്ലാം അലിഞ്ഞില്ലാതായിത്തീരും. ഇന്നത്തെ ഈ എപ്പിസോഡിൽ കുംഭസാരം എന്ന കൂദാശയുമായി ബന്ധപ്പെട്ട സംശയങ്ങളാണ് യുവജനങ്ങൾ ചോദിക്കുന്നത്. യുക്യാറ്റിൻ്റെ 2ാം ഭാഗമായ മിശിഹാ രഹസ്യങ്ങളെ നാം എങ്ങനെ ആഘോഷിക്കുന്നു എന്ന ഭാഗത്തിലാണ് കുംഭസാരത്തെക്കുറിച്ചുള്ള വിശദീകരണങ്ങളൊക്കെ നമുക്ക് ലഭിക്കുക. നമുക്ക് ആരംഭിക്കാം. ആരാണ് ആദ്യത്തെ ചോദ്യം ചോദിക്കുന്നത്? ചോദിച്ചുകൊള്ളുക. പിതാവേ, എൻ്റെ പേര് ആൽബി. എൻ്റെ ചോദ്യം ഇതാണ്: ഒരു വ്യക്തിയോട് നമ്മൾ പാപം ചെയ്തു കഴിഞ്ഞാൽ ആ വ്യക്തിയോട് നമ്മൾ ക്ഷമ ചോദിച്ചാൽ പോരെ? എന്തുകൊണ്ടാണ് വൈദികൻ്റെ അടുത്ത് ചെന്ന് പാപങ്ങൾ ഏറ്റുപറഞ്ഞ് പാപമോചനം സ്വീകരിക്കേണ്ടത്? യെസ്, ആൽബിയുടെ ചോദ്യം വളരെ കാര്യമാത്ര പ്രസക്തമായൊരു ചോദ്യമാണ്. ആൽബി ഒരാൾക്കിട്ടൊരു തല്ല് കൊടുത്തു, അല്ലേ? ആ തല്ല് ആ വ്യക്തിയോട്, എടാ സോറി, ഞാൻ അബദ്ധത്തിൽ പറ്റിപ്പോയതാണ്, നീ ക്ഷമിക്കണം. അവൻ പറഞ്ഞ സാരമില്ലടാ, ഞാൻ ക്ഷമിച്ചിരിക്കുന്നു, പ്രശ്നം തീർന്നു. പിന്നെ എന്തിനാണ് അത് പോയി വൈദികൻ്റെ അടുക്കൽ പറയുന്നത്? ഇതാണ് ആൽബി ചോദിച്ച ചോദ്യം. പാപം എന്ന് പറയുന്നതിനെ നമ്മൾ ശരിയായ അർത്ഥത്തിൽ മനസ്സിലാക്കി കഴിയുമ്പോൾ, ആൽബി, നീ ഒരാളെ തല്ലിയപ്പോൾ ആ വ്യക്തിയും നീയും തമ്മിലുള്ള ബന്ധം മാത്രമല്ല മുറിഞ്ഞത്, ആ വ്യക്തിയെ ഏറെ സ്നേഹിക്കുന്ന, ആ വ്യക്തിയെ അങ്ങേയറ്റം കരുതലോടെ നാളിതുവരെയും പരിപാലിച്ചു കൊണ്ടിരിക്കുന്ന ദൈവത്തോടാണ് നീ ആ തെറ്റ് ചെയ്ത്. ദൈവം അതിൽ വേദനിക്കുന്നു. ഇപ്പം കൂട്ടുകാരനായ വ്യക്തിയെ നീ തല്ലിയപ്പോൾ കൂട്ടുകാരൻ്റെ അപ്പൻ അവിടെ ഉണ്ടായിരുന്നു എന്ന് വിചാരിക്കും, അല്ലേ? കൂട്ടുകാരൻ്റെ അപ്പനുണ്ടായിരുന്നെങ്കിൽ നീ കൂട്ടുകാരനുമായി മാത്രം പറഞ്ഞാൽ പോരാ, അപ്പനോടും വിശദീകരണം പറയും. ക്ഷമിക്കണം, ഞാൻ അബദ്ധത്തിൽ പറ്റിപ്പോയത്, ഇനി ഒരിക്കലും അത് ചെയ്യുകയില്ല, ഞങ്ങൾ വലിയ കൂട്ടുകാരാണ്, ഇനി അങ്ങനെ തുടർന്നോളാം എന്നൊക്കെ ചെന്ന് അപ്പനോടുകൂടെ പറയാൻ നീ നിർബന്ധിതനാണ്, അല്ലേ? ഈ മകന് ഒരപ്പനുണ്ട് സ്വർഗത്തിൽ, ആ അപ്പനാണ് ദൈവം എന്ന് പറയും. അവൻ തിരുസഭയാകുന്ന അമ്മയുടെ മകനാണ്. അവൻ്റെ അമ്മ തിരുസഭയാണ്. ആ അമ്മയും വേദനിക്കുന്നു ഈ ഒരു തെറ്റിനെ പ്രതി. അതുകൊണ്ട് ദൈവത്തോടും തിരുസഭയോടും സഹോദരങ്ങളോടും നാം പാപം ചെയ്യും. അതാണ് എല്ലാ പാപത്തിനും ഈ 3 മാനങ്ങളുണ്ട്. ദൈവവുമായുള്ള ബന്ധത്തിൻ്റെ മാനം, തിരുസഭയുമായുള്ള ബന്ധത്തിൻ്റെ മാനം, സഹോദരങ്ങളുമായുള്ള ബന്ധത്തിൻ്റെ മാനം. സഹോദരങ്ങളുമായുള്ള ബന്ധത്തിൻ്റെ മാനം നമ്മൾ പരസ്പരം ക്ഷമ പറഞ്ഞ് തീരും. എന്നാൽ ദൈവത്തോടുള്ള ബന്ധം വീണ്ടെടുക്കാൻ, അതുപോലെ തന്നെ നമുക്ക് സഭയുമായുള്ള ബന്ധം വീണ്ടെടുക്കാൻ കുമ്പസാരം എന്ന കൂദാശ ആവശ്യമാണ്. ചില പാപങ്ങൾ അതേസമയം നമ്മൾ പരിഹരിക്കാമെന്ന് വിചാരിച്ചാൽ പരിഹരിക്കാൻ പറ്റിയല്ല. ഇപ്പോൾ ഉദാഹരണം, ഗർഭഛിദ്രം എന്ന തിന്മ നടത്തി. നമ്മളെങ്ങനെയാണ് ആരോടാ ക്ഷമ പറയുന്ന? പോയി കൊന്നു കളഞ്ഞ കുഞ്ഞിനോട് ക്ഷമ പറയാൻ പറ്റിയല്ല.
അത് ഗുരുതരമായ ഒരു തെറ്റാണ്. നമുക്കത് പരിഹരിച്ചെടുക്കാൻ പറ്റുന്ന കാര്യമല്ല. നമ്മൾ ഒരാളെ കുത്തിക്കൊന്നു, കൊലപാതകം നടത്തി, ആരോടാണ് നമ്മളത് പോയി പരിഹരിക്കുന്നത്? ആള് ക്ഷമിച്ചു എന്ന് പറഞ്ഞാലും പോലീസ് നിങ്ങളെ പിടിച്ചുകൊണ്ട് പോകും. കാരണം എന്താണ്? നിങ്ങൾ രാജ്യത്തിൻ്റെ സമാധാന അന്തരീക്ഷം തകർത്തു. നമ്മളൊരു കുറ്റകൃത്യത്തെ എന്തുകൊണ്ടാണ് രാഷ്ട്രം ഇത്രമേ ഗൗരവത്തിൽ കാണുന്നത് എന്ന് ചോദിച്ചാൽ, രണ്ട് വ്യക്തികൾ തെറ്റ് ചെയ്തു, അവർ തമ്മിൽ അത് അഡ്ജസ്റ്റ് ചെയ്ത് പരിഹരിക്കാൻ പറ്റിയല്ല. കാരണം എന്താ? നിങ്ങൾ രാഷ്ട്രത്തിൻ്റെ നീതി വ്യവസ്ഥിതിയെ തകർത്തു. അതുകൊണ്ട് രാഷ്ട്രം നിങ്ങളോട് പ്രതികാരം ചെയ്യും, ശിക്ഷ നടപ്പിലാക്കും. അതായത് പാപം എന്ന് പറയുന്നത് അതിൽ ഇൻവോൾവ് ചെയ്ത അല്ലെങ്കിൽ അതിൽ ഉൾപ്പെട്ടിട്ടുള്ള രണ്ട് വ്യക്തികൾ മാത്രമുള്ളൊരു വിഷയമല്ല എന്ന് രാജ്യത്തിൻ്റെ നിയമം പോലും നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്, അല്ലേ? അതുതന്നെയാണ് സഭാ നിയമത്തിലും നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഞാൻ പറഞ്ഞു വന്നത്, ചില പാപങ്ങൾ നമുക്ക് പരിഹരിക്കാൻ പറ്റിയല്ല. അപ്രകാരം പരിഹരിക്കാൻ പറ്റാത്ത പാപങ്ങളും നമ്മൾ കുമ്പസാരത്തിലൂടെ നമുക്ക് പരിഹരിച്ചു കിട്ടും. അതാണ് ദൈവത്തിരുമുമ്പിൽ പാപമേറ്റ് പറയുന്നതിലൂടെ, കുമ്പസാരത്തിലൂടെ പാപമേറ്റ് പറയുന്നതിലൂടെ നമുക്ക് കിട്ടുന്ന അനുഗ്രഹമാണ് ഈ കാര്യങ്ങളൊക്കെയും എന്ന് തിരിച്ചറിയുമ്പോൾ നമ്മൾ കുമ്പസാരക്കൂട്ടിൽ തന്നെ ചെന്ന് പാപങ്ങൾ ഏറ്റുപറഞ്ഞ് കർത്താവിൽ നിന്ന് പാപമോചനവും അനുഗ്രഹവും പ്രാപിക്കാൻ താല്പര്യമുള്ളവരായിത്തീരും. ആൽവി ചോദിച്ച ചോദ്യം വളരെ പ്രസക്തമായൊരു ചോദ്യമാണ്. അഭിമന്യ പിതാവ് ഉദാഹരണങ്ങളിലൂടെ അതിൻ്റെ മറ്റു വശങ്ങളെക്കുറിച്ച് നമുക്ക് വ്യക്തമാക്കി തന്നു. നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പ്രവേശിക്കാം. ആരാണ് രണ്ടാമത്തെ ചോദ്യം ചോദിക്കുന്നത്? ചോദിച്ചോളുക. പിതാവേ, എൻ്റെ പേര് റോസ്മേരി. എനിക്ക് ചോദിക്കാനുള്ളത്, കുമ്പസാരത്തിലൂടെ പുരോഹിതന് മോചിപ്പിക്കാൻ സാധിക്കാത്ത പാപങ്ങളുണ്ടായിരിക്കും. അത് ആർക്കാണ് മോചിപ്പിക്കാൻ സാധിക്കുന്നത്? അവ ഏതൊക്കെയാണ്? യെസ്, റോസ്മേരിയുടെ ചോദ്യം വളരെ ഗൗരവമുള്ളൊരു ചോദ്യമാണ്. എല്ലാ പാപവും കുമ്പസാരിപ്പിക്കുന്ന വൈദികന് മോചിക്കാവോ? ചില പാപങ്ങൾ മെത്രാന്മാർക്ക് മാത്രമായി മോചിക്കാൻ നിജപ്പെടുത്തിയിട്ടുണ്ട്. ചില പാപങ്ങൾ പരിശുദ്ധ മാർപ്പാപ്പായ്ക്ക് മാത്രമേ മോചിക്കാൻ അവകാശമുള്ളൂ. അത്തരത്തിലുള്ള പാപങ്ങളുണ്ട്. ആ പാപങ്ങൾ നിങ്ങൾ വൈദികനോട്, നിങ്ങളെല്ലാ പാപവും ഏറ്റുപറയുന്ന പോലെ ഈ പാപവും വൈദികനോട് തന്നെ ഏറ്റുപറയും. ആ വൈദികനാണത് എന്ത് ചെയ്യുന്നത്? ഉത്തരവാദപ്പെട്ട സ്ഥലങ്ങളിൽ അറിയിച്ച് നിങ്ങൾക്ക് അതിനുള്ള അനുവാദം വാങ്ങി നിങ്ങൾക്ക് പാപമോചനം നേടിത്തരുന്നത് ആ വൈദികനാണ്. അതുകൊണ്ട് ആ വൈദികൻ വഴി നിങ്ങൾ മാർപ്പാപ്പയുടെ അടുക്കൽ കുമ്പസാരിക്കാൻ പോകേണ്ട കാര്യമില്ല, നിങ്ങൾ മറ്റെവിടെയെങ്കിലും കുമ്പസാരിക്കാൻ പോകേണ്ട കാര്യമില്ല. നിങ്ങൾ എല്ലാ പാപവും പറയുന്നത് പോലെ ഈ പാപങ്ങളും വൈദികൻ്റെ മുമ്പിൽ നിങ്ങൾക്ക് ഏറ്റുപറയാം. തനിക്ക് മോചിക്കാൻ അവകാശമില്ലാത്ത പാപങ്ങൾ പറയപ്പെട്ടിട്ടുണ്ട് എങ്കിൽ ഉത്തരവാദപ്പെട്ട സ്ഥലങ്ങളിൽ നിന്ന് അതിനുള്ള അനുവാദം വാങ്ങിയ ശേഷം, നിങ്ങളുടെ പേരോ വിശദാംശങ്ങളോ ഒന്നും പറയുകയില്ല, ഇങ്ങനെ ഒരു പാപം മോചിക്കാൻ എനിക്ക് അധികാരം തരണം എന്ന് പറഞ്ഞ് അദ്ദേഹം അപേക്ഷിക്കുകയും ആ അപേക്ഷയുടെ ഫലമായി അതിന് പാപമോചന അധികാരം അദ്ദേഹത്തിന് കൊടുക്കുകയും അദ്ദേഹം അത് നിങ്ങൾക്ക് പാപമോചനം ആയിട്ട് നൽകുകയും ചെയ്യും. അതാണ് സഭയുടെ പ്രബോധനം. ഇത് ഏതൊക്കെ പാപങ്ങളാണ് എന്നുള്ളതിനെക്കുറിച്ച് നിങ്ങൾക്ക് കൂടുതൽ ആകാംക്ഷയുണ്ടാവും, ഇല്ലേ? സാധാരണഗതിയിലെ നമ്മളുടെ നിത്യജീവിതത്തിൽ സംഭവിക്കുന്ന പാപങ്ങളെല്ലാം തന്നെ നമുക്ക് കുമ്പസാരത്തിൽ സാധാ വൈദികനോട് തന്നെ ഏറ്റുപറഞ്ഞ് പാപമോചനം നേടും. നേരത്തെ ഗർഭഛിദ്രം എന്ന തിന്മ മെത്രാന്മാർക്ക് മാത്രമേ മോചിക്കാൻ അവകാശം ഉണ്ടായിരുന്നുള്ളൂ. എന്നാൽ സഭ കൂടുതൽ ഉദാരതയോടെ പ്രത്യേക സാഹചര്യങ്ങളിലും മെത്രാൻ്റെ അടുക്കൽ പോയി കുമ്പസാരിക്കാനുള്ള ബുദ്ധിമുട്ടുകളും പരിഗണിച്ചുകൊണ്ട് എല്ലാ വൈദികർക്കും ഇപ്പോൾ ആ പാപമോചന അധികാരം ഫ്രാൻസിസ് മാർപ്പാപ്പായുടെ കാലത്ത് നൽകുകയുണ്ടായി. അത് ഒരു ആനുകൂല്യമായിട്ട് സഭ നൽകുന്നതാണ്. എന്നാൽ ചില പാപങ്ങൾ
റോമിലെ മാർപ്പാപ്പായ്ക്ക് മാത്രമേ മോചിക്കാൻ പാടുള്ളൂ. ഇപ്പോൾ ഉദാഹരണമായിട്ട് ഒരു വൈദികൻ കുമ്പസാര രഹസ്യം പ്രത്യക്ഷത്തിൽ വെളിപ്പെടുത്താൻ ഇടയാക്കിയാൽ അത് അങ്ങേയറ്റം ഗുരുതരമായ പാപമാണ്. ആ പാപം ആ വ്യക്തിയെ, വൈദികനെ സഭയിൽ നിന്ന് പുറത്താക്കാൻ തക്ക ഗൗരവമുള്ള തെറ്റാണ്. ആ തെറ്റ് മോചിക്കാൻ പരിശുദ്ധ മാർപ്പാപ്പായ്ക്ക് മാത്രമേ അവകാശമുള്ളൂ. അതുപോലെ തന്നെ ഒരു വൈദികൻ മറ്റേതെങ്കിലും വ്യക്തികളുമായി 6-ാം പ്രമാണം ലംഘിച്ച പാപം ചെയ്തു എന്ന് വിചാരിക്കും. അവർ തമ്മിൽ കുമ്പസാരിച്ച ആ പ്രശ്നം തീരുകയാണ്. അങ്ങനെ തന്നോടൊത്ത് പാപം ചെയ്ത വ്യക്തിയുടെ പാപം മോചിച്ചാൽ അത് ഗുരുതരമായ തെറ്റാണ്. ആ വൈദികൻ്റെ ആ പ്രവൃത്തി, ആ വൈദികൻ ചെയ്ത 6-ാം പ്രമാണ ലംഘനമല്ല, 6-ാം പ്രമാണ ലംഘനത്തിന് കൂട്ടുനിന്ന വ്യക്തിയുടെ പാപം ആ വൈദികൻ തന്നെ മോചിക്കാൻ ശ്രമിച്ചാൽ അതും സഭയിൽ നിന്ന് പുറത്താക്കാൻ തക്ക വിധത്തിൽ ഗൗരവത്തിലുള്ള തെറ്റാണ്. അതോടൊപ്പം നമുക്കറിയാം, പരിശുദ്ധ കുർബാന സഭയുടെ ഏറ്റവും പരമപരിശുദ്ധമായ കൂദാശ. മനഃപൂർവ്വം പരിശുദ്ധ കുർബാനയെ അവഹേളിക്കുകയും പരിശുദ്ധ കുർബാനയെ പരസ്യമായി നിന്ദിക്കുകയും ചെയ്യുന്ന പ്രവൃത്തികൾ സഭയിൽ നിന്ന് ബഹിഷ്കരിക്കപ്പെടാൻ തക്ക വിധത്തിൽ ഗുരുതരമായ തെറ്റാണ്. അപ്രകാരം ചില കാര്യങ്ങൾ പരിശുദ്ധ മാർപ്പാപ്പായ്ക്ക് റിസർവ് ചെയ്തിരിക്കുന്ന, അല്ലെങ്കിൽ മാർപ്പാപ്പായ്ക്ക് മാത്രം മോചിക്കാൻ പറ്റുന്ന കാര്യങ്ങളുണ്ട്. അത് അപ്രകാരം ആ പാപത്തിൻ്റെ ഗൗരവം നമ്മളെ ഓർമ്മിപ്പിക്കുന്നതിന് വേണ്ടിയാണ് ഈ രീതിയിൽ ചില നിയന്ത്രണങ്ങൾ സഭയിൽ വരുത്തിയിരിക്കുന്നത്. നിങ്ങൾ അൽമായരെ സംബന്ധിച്ചിടത്തോളം ഇത് നിങ്ങൾക്ക് ഇതിൻ്റെ ഗൗരവം കുമ്പസാരക്കാരൻ പറഞ്ഞു തരും. എന്നിട്ട് അദ്ദേഹം ഇതിനുള്ള അനുവാദം ഉത്തരവാദപ്പെട്ട സ്ഥലങ്ങളിൽ നിന്ന് കൈപ്പറ്റിയ ശേഷം നിങ്ങളോട് പറയും, ഈ കാര്യം വീണ്ടും ഒരു 2 മാസം കഴിഞ്ഞ് കുമ്പസാരക്കൂട്ടിൽ വന്ന് പറയുക. അവിടെ നിങ്ങൾക്ക് അതിന് അദ്ദേഹം ഉത്തരം തരികയും ചെയ്യുന്നതായിരിക്കും. പ്രകാരമാണ് ഈ പ്രതിസന്ധികളെ പ്രായോഗിക തലത്തിൽ തിരുസഭ കൈകാര്യം ചെയ്യും. ഈ ചോദ്യത്തിന് അഭിവന്ദ്യ പിതാവ് എത്രയോ സുന്ദരമായിട്ടാണ് സഭാ പ്രബോധനങ്ങളെ നമുക്ക് വിശദീകരിച്ച് നൽകിയത്. നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പ്രവേശിക്കാം. ആരാണ് ചോദിക്കുന്നത്? ചോദിച്ചോളൂ. പിതാവേ, എൻ്റെ പേര് ബിബിൻ. എനിക്ക് ചോദിക്കാനുള്ളത് ഇതാണ്: കുമ്പസാരത്തിൽ നിന്ന് മനസ്സിലാക്കിയ ഏതെങ്കിലും ഒരു കാര്യം അത് ഏതെങ്കിലും വിധത്തിൽ വൈദികന് മറ്റുള്ളവരോട് പറയാൻ പറ്റുമോ? അതായത് പോലീസുകാരോടോ അല്ലെങ്കിൽ കോടതിയോടോ ആയിട്ട്? ഇല്ല. വൈദികൻ കുമ്പസാര രഹസ്യം സൂക്ഷിക്കാൻ തൻ്റെ വൈദികാന്തസ് വഴി പ്രതിജ്ഞാബദ്ധനാണ്. അതിലൊരു വീഴ്ചയും വരുത്താൻ പാടില്ല. വീഴ്ച വരുത്തുന്ന വൈദികൻ തിരുസഭയ്ക്ക് വെളിയിലാണ്, എക്സ്കമ്മ്യൂണിക്കേറ്റഡ് ആണത്. സഭയിൽ ഒരു ശുശ്രൂഷയും ചെയ്യാൻ അദ്ദേഹത്തിന് അവകാശമില്ല എന്ന് മാത്രമല്ല, അദ്ദേഹം തിരുസഭയ്ക്ക് തന്നെ വെളിയിലാണ്. പിന്നീട് റോമാ മാർപ്പാപ്പായിൽ നിന്ന് പാപമോചനം നേടിക്കഴിയുന്നത് വരെയും അദ്ദേഹത്തിന് ഒരു ശുശ്രൂഷയും ചെയ്യാൻ അവകാശമില്ല. കാരണം ഒരു വൈദികനും കുമ്പസാര രഹസ്യം വെളിപ്പെടുത്തുന്നില്ല. കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, കുമ്പസാര രഹസ്യം അത്രമേൽ പരിപാവനമായി തിരുസഭ കരുതും. സഭാചരിത്രത്തിൽ അതിനുവേണ്ടി രക്തസാക്ഷിത്വം വരിച്ച വിശുദ്ധാത്മാക്കളുണ്ട്. വിശുദ്ധ ജോൺ നെപ്പോമുക്കിൻ്റെ ചരിത്രം നിങ്ങൾ കേട്ടിട്ടുണ്ട്. ഒരിക്കൽ രാജാവും രാജ്ഞിയും പോയി കുമ്പസാരിക്കാൻ പോയി. രാജ്ഞി ആദ്യം കുമ്പസാരിച്ചു. അപ്പോൾ രാജാവിന് രാജ്ഞിയെ ചെറിയ സംശയമുണ്ട്. രാജാവ് പറഞ്ഞു, രാജ്ഞി എന്നതാണ് പറഞ്ഞതെന്ന് എന്നോട് പറയണമെന്ന് പറഞ്ഞു. വിശുദ്ധൻ പറഞ്ഞു, ഞാൻ പറയാതെ. അദ്ദേഹം പറഞ്ഞു, ഞാൻ രാജാവാണ്, പറഞ്ഞില്ല നിന്നെ കൊല്ലുമെന്ന്. രാജാവിന് ഇഷ്ടം പോലെ ചെയ്യാം, പക്ഷേ കുമ്പസാര രഹസ്യം ഞാൻ വെളിപ്പെടുത്തിയത്. രാജാവ് അദ്ദേഹത്തിൻ്റെ നാക്ക് പിഴുത് കണ്ടിച്ചു.
അദ്ദേഹത്തെ ക്രൂരമായി മർദ്ദിച്ചില്ലാതാക്കി. അദ്ദേഹം കുമ്പസാരത്തിൻ്റെ രക്തസാക്ഷിയായിട്ടാണ് അറിയപ്പെടുന്നത്. സഭയിൽ കുമ്പസാര രഹസ്യം സൂക്ഷിക്കാൻ വേണ്ടി അന്യായമായി ഒരുപാട് പീഡിപ്പിക്കപ്പെട്ട വൈദികരുടെ ചരിത്രമുണ്ട്. പക്ഷേ കുമ്പസാര രഹസ്യം ഒരിക്കലും വൈദികൻ തൻ്റെ തന്നെ രക്ഷയ്ക്ക് വേണ്ടിയോ തൻ്റെ ഭാഗം ന്യായീകരിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് പോലുമോ വെളിപ്പെടുത്താൻ പാടില്ല. ഒരു പോലീസ് ചോദിച്ചാൽ വെളിപ്പെടുത്താൻ പാടില്ല, കോടതി ചോദിച്ചാലും വെളിപ്പെടുത്താൻ പാടില്ല. കാരണം അദ്ദേഹത്തിൻ്റെ മനസ്സിൽ അതില്ല എന്നുള്ളത്. കുമ്പസാരിപ്പിക്കുന്ന വൈദികൻ ഒരു വ്യക്തിയുടെ പാപം ഓർത്തു വയ്ക്കാനോ ആ പാപത്തിൻ്റെ വെളിച്ചത്തിൽ, കേട്ട പാപത്തിൻ്റെ വെളിച്ചത്തിൽ ആ വ്യക്തിയോട് ഏതെങ്കിലും വിധത്തിൽ പ്രതികരിക്കാനോ പാടില്ല. തന്നെയുമല്ല, തന്നോട് ഏറ്റുപറഞ്ഞ പാപത്തെക്കുറിച്ച് കുമ്പസാരക്കൂടിന് വെളിയിൽ ആ വ്യക്തിയോട് സംസാരിക്കാനും പാടില്ല. ഇപ്പോൾ ഒരു വലിയ പാപം വൈദികൻ ഏറ്റുപറഞ്ഞു. 2-3 ആഴ്ച കഴിഞ്ഞപ്പോൾ ആ വ്യക്തിയെ വീണ്ടും കണ്ടപ്പോൾ വൈദികൻ ചോദിക്കുക, ഇപ്പം ആ പാപമൊക്കെ ഒഴിവായോ? ഇപ്പം നീ അത് ചെയ്യുന്നുണ്ടോ? അങ്ങനെ വല്ലതും പ്രശ്നമുണ്ടോ? ആരും കേട്ടിട്ടില്ല. ആ വ്യക്തിയോട് മാത്രമേ ചോദിച്ചിട്ടുള്ളൂ. പക്ഷെ അതും കുമ്പസാര രഹസ്യത്തിൻ്റെ ലംഘനമാണ്. കാരണം എന്താണ്? കുമ്പസാരക്കൂട്ടിൽ വൈദികൻ ദൈവത്തിൻ്റെ ചെവി മാത്രമാണ്. ആ കേട്ടത് ആരെക്കുറിച്ചാണ്, എന്താണ് എന്ന് ഓർത്തു വയ്ക്കുകയോ അത് വെച്ചുകൊണ്ട് പ്രവർത്തിക്കുകയോ ചെയ്യുന്നത് അങ്ങേയറ്റം ഗുരുതരമായ തെറ്റാണ്. ഒരു വൈദികൻ അത് ചെയ്യുകയല്ല. നിങ്ങൾ സിനിമകളിലാണ് ഇത്തരത്തിലുള്ള കുമ്പസാര രഹസ്യങ്ങളെ ദുർവ്യാഖ്യാനം ചെയ്യുന്ന രംഗങ്ങൾ കാണും, അല്ലേ? പല സിനിമകളും നമ്മുടെ കുമ്പസാരം എന്ന കൂദാശയെ അങ്ങേയറ്റം നിന്ദ്യമായി അവഹേളനപരമായി ചിത്രീകരിക്കുന്നതാണ്. കുമ്പസാര കൂട്ടിരിക്കുന്ന വൈദികർ ഏതെങ്കിലുമൊക്കെ പാപങ്ങൾ കേൾക്കാൻ അമിതാവേശം കാണിക്കുന്നതിനെക്കുറിച്ച്, അപ്രകാരമുള്ള പാപങ്ങൾ കേട്ടതിൻ്റെ വെളിച്ചത്തിൽ കാര്യങ്ങൾ ചെയ്യുന്നതിനെക്കുറിച്ച് ഒക്കെ സിനിമകളിൽ നിങ്ങൾ ചിത്രീകരിച്ച് കണ്ടിട്ട് കാണും. അത് നമ്മുടെ പരിശുദ്ധ കൂദാശ തിരുസഭയുടെ ശക്തിയാണ് എന്നും ഈ കൂദാശയുള്ളിടത്തോളം കാലം തിരുസഭ അജയ്യമായി നിലകൊള്ളും എന്നറിയാവുന്ന സാത്താൻ ഈ കൂദാശയിലുള്ള വിശ്വാസത്തിൽ നിന്ന് ദൈവജനത്തെ അകറ്റുക എന്ന ലക്ഷ്യത്തോടെ ചിത്രീകരിക്കുന്ന രംഗങ്ങളായിട്ട് നിങ്ങൾ അതിനെ മനസ്സിലാക്കണം. അല്ലാണ്ട് സിനിമാക്കാരൻ്റെ വികല ഭാവനയിൽ വിരിയുന്ന സങ്കല്പങ്ങളല്ല പരിശുദ്ധ കുമ്പസാരത്തിൽ യഥാർത്ഥത്തിൽ സംഭവിക്കുന്നത് എന്ന് നിങ്ങൾ തിരിച്ചറിയണം. കുമ്പസാര രഹസ്യത്തിൻ്റെ അതീവ ഗൗരവത്തെക്കുറിച്ച് ഞങ്ങൾക്ക് വിവരിച്ചു തന്ന അഭിവന്ദ്യ പിതാവിന് സ്നേഹത്തോടെ നന്ദി പറയുന്നു. ഈ എപ്പിസോഡിലെ അവസാനത്തെ ചോദ്യത്തിലേക്ക് നമുക്ക് കടക്കാം. ആരാണ് ചോദിക്കുന്നത്? ചോദിച്ചോളുക. എൻ്റെ പേര് ലിയ. പിതാവെ, കുമ്പസാരം എന്ന കൂദാശ സ്വീകരിച്ചു കഴിയുമ്പോൾ ഒരു വ്യക്തിയിൽ എന്തെങ്കിലും മാറ്റം ഉണ്ടാകുമോ? ദിയായുടേത് വളരെ ഗൗരവമുള്ള ചോദ്യമാണ്. കുമ്പസാരിച്ചുകൊണ്ട് എന്തെങ്കിലും ഗുണമുണ്ടാവുമോ? ഇതാണ് ചോദ്യം, അല്ലേ? എന്തെങ്കിലും മാറ്റം ഉണ്ടാകുന്നുണ്ടോ? വലിയ മാറ്റം ഉണ്ടാകുന്നുണ്ട് ദിയ. അതായത് ഒന്നാമതുണ്ടാകുന്ന മാറ്റം എന്താ? നമ്മൾക്ക് നഷ്ടപ്പെട്ട ദൈവമക്കളുടെ പദവി വീണ്ടും ലഭിക്കും. നമ്മൾ ദൈവത്തിൻ്റെ മക്കളായിരുന്നു, മാമോദീസായിലൂടെ ദൈവമക്കളായി തീർന്നവരാ. ദൈവമക്കളുടെ സ്ഥാനമൊന്നും എനിക്ക് വേണ്ടാന്ന് പറഞ്ഞ്, ദൈവമേ എനിക്ക് നിന്നെ വേണ്ട, എനിക്ക് ഈ പിശാചിനെ മതി, അവൻ്റെ കൂടെ നടക്കുന്നത് എനിക്കിഷ്ടം, ഞാൻ പിശാചിൻ്റെ മകനും മകളുമായിട്ട് അറിയപ്പെടാൻ ആഗ്രഹിക്കുന്നു എന്ന് ഒരു വ്യക്തി പറയുന്നതാണ് പാപം. എല്ലാ പാപത്തിലും സംഭവിക്കുന്നത് നമ്മുടെ ഉടയവനായ ദൈവത്തെ തള്ളിക്കളഞ്ഞ് പിശാചിനെ നമ്മുടെ അധികാരിയും ഉടയവനുമായി സ്വീകരിക്കുന്ന പ്രവൃത്തിയാണ് പാപം എന്ന് പറയും. അതുകൊണ്ട് കുമ്പസാരത്തിൽ നാം പാപം ഏറ്റുപറയുന്നതിലൂടെ പിശാചിന് നമ്മുടെ മേലുള്ള അവകാശം ഇല്ലാതാവുകയും നാം വീണ്ടും ദൈവമക്കളുടെ പദവിയിലേക്ക് തിരിച്ചു വരികയും ചെയ്യും. അതാണ് കുമ്പസാരത്തിൽ സംഭവിക്കുന്ന ഒന്നാമത്തെ മാറ്റം. രണ്ടാമത്തെ മാറ്റം എന്താണ്? ദൈവവുമായിട്ട്
തിരുസഭയുമായിട്ട് സഹോദരങ്ങളുമായിട്ട് ഉണ്ടായിരുന്ന ബന്ധത്തിൽ വന്ന വീഴ്ചകൾ, വിള്ളലുകൾ പരിഹരിക്കപ്പെടുകയും നാം എല്ലാവരുടെയും കൂട്ടായ്മയുടെ ഭാഗമായി തീരുകയും ചെയ്യും. അതായത് തിരുസഭ എന്ന ഈശോയുടെ ശരീരത്തിലെ അവയവമായി നാം വീണ്ടും പരിണമിക്കുന്നു എന്ന വലിയ അത്ഭുതം കുമ്പസാരം എന്ന കൂദാശയിലൂടെ സംഭവിക്കുന്നു. അതുപോലെ തന്നെ പാപം ഏറ്റുപറയാതിരുന്നുവെങ്കിൽ നമ്മുടെ ഉള്ളിൽ സംഭവിക്കുമായിരുന്ന ഒട്ടനവധിയായ ദുരന്തങ്ങൾ ഒഴിവായി പോകും. ഒരു എപ്പിസോഡിൽ ഞാൻ മുമ്പ് പറഞ്ഞതാണ്, ഫ്രാൻസിസ് അസീസി പുണ്യാളൻ പാപത്തെക്കുറിച്ച് പറഞ്ഞപ്പോൾ പറഞ്ഞു, പാപമെന്നത് സർപ്പദംശനം പോലെ, പാമ്പിൻ്റെ വിഷം നമ്മുടെ ഉള്ളിൽ കടന്നാൽ അത് ഏറ്റവും വേഗത്തിൽ ആ വിഷത്തെ ഇല്ലാതാക്കിയാൽ രക്ഷപ്പെട്ടു. ഇല്ലേ, നമ്മൾ തകർന്നു പോകും. അതുകൊണ്ട് കുമ്പസാരം എന്ന കൂദാശയിലൂടെ നമ്മുടെ ഉള്ളിൽ പിശാച് കുത്തിവെച്ച സർവനാശകാരിയായ വിഷത്തെ നമ്മളിൽ നിന്ന് ഈ കൂദാശയുടെ വരപ്രസാദം വഴി എടുത്തു നീക്കുക വഴി നമ്മുടെ ആത്മാവും ശരീരവും മനസ്സും ഒരുപോലെ സ്വതന്ത്രമായി തീരുന്നു എന്നുള്ളത്. നാലാമത്തെ മാറ്റം, പാപം നമ്മുടെ ഉള്ളിൽ വലിയ അപകർഷതാബോധവും കുറ്റബോധവും ജനിപ്പിച്ച് നമ്മുടെ ആത്മവിശ്വാസം തന്നെ നഷ്ടപ്പെടുത്തി നമ്മളെ നിരാശരും ദുഃഖിതരുമായ മനുഷ്യരാക്കി മാറ്റും. കുമ്പസാരത്തിലൂടെ നാം ഈ അപകർഷതാബോധത്തെയും നിരാശാചിന്തകളെയും അതിജീവിച്ച് കൂടുതൽ ആത്മവിശ്വാസമുള്ള ദൈവമക്കളുടെ മാനസിക സ്വാതന്ത്ര്യം അനുഭവിക്കുന്ന അവസ്ഥയിലേക്ക് വളരുന്നു. അതുകൊണ്ട് ദിയ കുമ്പസാരിക്കുന്നത് കൊണ്ട് ഗുണങ്ങളേ ഉള്ളൂ, ഒരു ദോഷവുമില്ല എന്നുള്ള സത്യം മനസ്സിലാക്കി. നമ്മുടെ മനുഷ്യബുദ്ധി കൊണ്ട് ഗ്രഹിക്കാനാവുന്നതിലും ആഴവും മഹത്വവും കുമ്പസാരം എന്ന കൂദാശയ്ക്കുണ്ട്. ഈ വിശുദ്ധ കുമ്പസാരവുമായി ബന്ധപ്പെട്ട യുവജനങ്ങളുടെ സംശയങ്ങളാണ് അഭിവന്ദ്യ പിതാവിനോട് ഇവർ ചോദിച്ചത്. പിതാവ് അതിനെല്ലാം വളരെ വ്യക്തമായ ഉത്തരങ്ങൾ നൽകി. പിതാവിൻ്റെ ഉത്തരങ്ങളുടെ പ്രത്യേകത നമുക്കറിയാം. അത് വളരെ ലളിതമായി യുവജനങ്ങൾക്ക് വിശദീകരിച്ചു കൊടുക്കുന്നു. അത് പോയിന്റ് ബൈ പോയിൻ്റായി വ്യക്തമാക്കി കൊടുക്കുന്നു. ഉദാഹരണങ്ങളിലൂടെ അതിന് കൂടുതൽ വ്യക്തത നമുക്ക് ലഭ്യമാക്കി തരുന്നു. അഭിവന്ദ്യ പിതാവിന് ഏറെ സ്നേഹത്തോടെ നന്ദി പറയുന്നു. ഏറെ താല്പര്യത്തോടെ ഇവിടെ വരികയും അഭിവന്ദ്യ പിതാവിനോട് വളരെ നല്ല ചോദ്യങ്ങൾ ചോദിച്ച് ഈ പ്രോഗ്രാമിനെ വിജയിപ്പിക്കുകയും ചെയ്ത എല്ലാ യുവജനങ്ങൾക്കും സ്നേഹത്തോടെ നന്ദി പറയുന്നു. യുക്യാറ്റ് പഠന പരമ്പര നമ്മൾ തുടരും. കൂടുതൽ ചോദ്യങ്ങളുമായി നമുക്ക് അടുത്ത എപ്പിസോഡിൽ വീണ്ടും കണ്ടുമുട്ടാം. ദൈവം അനുഗ്രഹിക്കട്ടെ.